പ്രിയപ്പെട്ടവരെ, മനോഹരമായി നമ്മൾ ഏറ്റുപാടിയ, നമ്മൾ ഏറ്റെടുത്ത ഒരു കവിതയുടെ വിശേഷം പങ്കുവയ്ക്കാനാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കവി മുരുകൻ കാട്ടാക്കടയുടെ കണ്ണടയ്ക്ക് 25 വയസ്സ് തികഞ്ഞിരിക്കുന്നു. കവിതയുടെ 1/4 നൂറ്റാണ്ട് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് കവിയുടെ നാട്. ഈ വരുന്ന 11-ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. കന്നഡ പോലെ മലയാളികൾ ഇത്രയധികം ഏറ്റുപാടിയ ഒരു കവിത സമീപകാലത്തുണ്ടോ എന്നത് സംശയമാണ്. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു അല്ലേ, കന്നഡകൾ വേണമെന്ന് നമ്മൾ പറയുന്നില്ലേ? പക്ഷേ ഒരു കാര്യം കൂടി പറയാൻ കേട്ടോ, കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് ആ മങ്ങിയ കാഴ്ചകൾ മാറിയ ഒരു കാലം കൂടിയായിരുന്നു. മലയാളി പുതിയൊരു കാഴ്ചയിലേക്ക് കടന്നു വന്ന 10 വർഷങ്ങൾ കൂടി കന്നഡ എന്ന് പറയുന്ന ആ മഹത്തായ കവിതയുടെ ഓർമ്മകളിൽ നമുക്ക് പങ്കുവയ്ക്കാം, ചർച്ച ചെയ്യാം. അപ്പോൾ കന്നഡയുടെ 25ാം വാർഷികത്തിലേക്ക്. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. നെയ്യാറിന്റെ തീരത്ത് നിന്ന് മലയാളികളുടെ മനസ്സിലേക്ക് കിരിഞ്ഞിറങ്ങിയ കന്നഡയ്ക്ക് 25 വയസ്സ്. നാട്ടുവഴികളിലും പാടത്തും പറമ്പിലും പണിശാലയിലും കലാലയങ്ങളിലും കന്നഡ ഇപ്പോഴും മുഴങ്ങുന്നു. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം ഇങ്ങനെ ആയാൽ പോരാ എന്നൊരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഞാനതിനെ എൻ്റെ ഒരു കവിതയിലേക്ക് ആരോപിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതാണ് കന്നഡയ്ക്ക് കിട്ടിയ ഒരു സ്വീകാര്യതയുടെ കാരണം. കാരണം എല്ലാവരുടെയും മനസ്സിൽ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ടായിരുന്നു. അതൊരു കവിതയിൽ പറയേണ്ട മാതിരി പറഞ്ഞിരിക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കന്നഡയുടെ പ്രാധാന്യം. അപ്പോൾ തീർച്ചയായും പൊട്ടിയ താലി ചരടുകളും മദ്യ കുപ്പികളും പലിശ പട്ടിണി പടികേറുമ്പോൾ പുറകിലെ മാവിലെ കയറുകളും ഇതെല്ലാം കാലാകാലങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ ആണല്ലോ. ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ആ കവിതയിൽ പറഞ്ഞ പല കാര്യങ്ങൾക്കും 10 വർഷത്തെ നമ്മുടെ ഉദാഹരണത്തിന് ഇപ്പോൾ കേരളം നേടിയ ഒരു 10 വർഷത്തെ ഒരു വികസന കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ കവിതയിൽ പറഞ്ഞ പല കാര്യങ്ങൾക്കും പ്രസക്തി ഇല്ലാതാവുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ പലിശ പട്ടിണി പടികേറും പുറകിലെ മാവിൽ കയറുകളാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ വായ്പകൾ എടുത്തതിന് അല്ലെങ്കിൽ ജപ്തി നടപടികൾ നടത്തി ഒരാളിനെയും ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ കഴിയില്ല എന്ന നിയമം വന്നു. അപ്പോൾ കവിതയ്ക്ക് അങ്ങനെ ചില ഇമ്പാക്റ്റ് ഉണ്ട്. കൊള്ളാവുന്ന ഭരണാധികാരികൾ വരുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കും, അങ്ങനെയാണ്. അതുപോലെ നമ്മൾ അതിനകത്ത് ഞാൻ പറയുന്നു, തിണ്ണയിൽ 50 കാശിന് പെൻഷൻ തെണ്ടി 1000 ആളെ കാണാമെന്ന് ഇങ്ങനെ ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ 2000 രൂപയോ അതിൽ കൂടുതലോ പിന്നെ പെൻഷൻ വീടുകളിൽ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയുന്നുണ്ട്. കിടപ്പ് രോഗികളെ വീട്ടിൽ ചെന്ന് കണ്ട് പരിചരിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. പട്ടിണി അതിദാരിദ്ര്യം ഉണ്ടോ എന്ന് അന്വേഷിച്ചെത്തി നമ്മൾ അതിദരിദ്രരെ കണ്ടെത്തി അവരുടെ ദുഃഖത്തോടൊപ്പം നിൽക്കാനും അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരാനും ശ്രമിക്കുന്ന തരത്തിലേക്ക് ഭരണബോധം വളരുന്നുണ്ട്. അതായത് നല്ല ഭരണാധികാരികൾ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് കലയും സാഹിത്യമൊക്കെ ആയുധമായി മാറാം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കന്നഡ എന്ന കവിതയ്ക്ക് അങ്ങനെ ഒരു പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 90കളിലെ വിഹുലതകൾ പലതും കന്നഡയിലൂടെ കവി വരച്ചിട്ടു. അനുഭവലോകത്തെ ഓർമ്മകളുടെ നീറ്റലായി മലയാളികൾ അത് ഏറ്റെടുത്തു. സ്വന്തം കവിതയെ തെരുവുകളിൽ ഒന്ന് നിർത്തി കൊണ്ടാടുവാൻ, ആഘോഷിക്കുവാൻ, സാധാരണ മനുഷ്യന് പടജനങ്ങളുടെ നടുവിലെ പടയണിക്ക് ചേരുവാൻ വേണ്ടി ചാരു കേരള ഭാഷയിൽ എഴുതുകയും അത് കൊണ്ടാടുകയും ചെയ്ത ആദ്യത്തെ കവി എന്ന് പറയുന്നത് മലയാളത്തിലെ കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പോൾ അങ്ങനെ തുടർന്ന് വരുമ്പോഴാണ് കടമ്മനിട്ടുണ്ടാകുന്നത്. അദ്ദേഹം ആസുരമായി വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ ആയാൽ പോരാ എന്ന്, എങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നതെന്ന് നമ്മളെ ഓരോരുത്തരെ അറിയിക്കുന്നതിന് വേണ്ടി കവിതയെ തെരുവിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് കവിതയുടെ സൗന്ദര്യം കാണിച്ചു കൊടുത്ത കവിയാണ്. അതുപോലെ തന്നെ മധുസൂദനൻ നായർ സാറും അല്ലേ, പിന്നെ വിശ്വം ഒരു വിത്തിൽ മയങ്ങി ഉണരുന്നെന്ന സത്യബോധത്തിന് ഈ ആൽമരം സാക്ഷി എന്ന് അദ്ദേഹം എഴുതി. ഓരോ ശിശുരോദനത്തിലും കേൾക്കുന്നത് 1 കോടി ഈശ്വരന്മാരുടെ വിലാപമാണെന്ന് അദ്ദേഹം എഴുതി. അപ്പോൾ ആ ഒരു ധാരയുണ്ട്. ആ ഒരു സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിലൂടെയും കൂടെ ഒഴുകേണ്ടതാണ് മലയാളത്തിലെ കവിതയും ഭാഷയും, മലയാള ഭാഷയും എന്ന തിരിച്ചറിവിലൂടെ സഞ്ചരിക്കുന്ന കവികളുണ്ട്. അവരുടെ ഗണത്തിൽ ആണ് ഞാനും വരുന്നത്. അവരുടെ എല്ലാം സ്വാധീനം ഒരു പക്ഷേ എൻ്റെ ആലാപനത്തിലുള്ള കാര്യം പറയുന്നത് തീർച്ചയായും നമുക്കൊരു കൃത്യമായ ഒരു ആവിഷ്കാര രീതിയുണ്ട്. മലയാളിയുടെ ഭാവഹാവാദികൾക്കും എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും അവനവൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഞാൻ കവിത ചൊല്ലുമ്പോൾ സംഭവിച്ചു പോകുന്നത് അതാണ്. അതിൽ പോളിഷ്ഡായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം. കവിതയുടെ 1/4 നൂറ്റാണ്ട് ആഘോഷമാക്കാൻ കവിയുടെ നാട് തന്നെ ഒരുങ്ങുകയാണ്. ഈ വരുന്ന 11-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. എൻ്റെ കവിതയെ
വളരെ കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രിയൊക്കെ ആവുന്നതിനൊക്കെ മുമ്പ് അദ്ദേഹം സജീവമായ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനായിരിക്കുന്ന കാലത്ത് 30 വർഷങ്ങൾക്ക് മുമ്പ്, കന്നഡ വന്നത് 25 വർഷം, അതിന് മുമ്പ് തന്നെ എന്നെ ഇങ്ങനെ കൃത്യമായും മനസ്സിലാക്കുകയും എൻ്റെ കവിതയിലുള്ള കയറ്റിറക്കങ്ങളെ അടയാളപ്പെടുത്തി തരികയൊക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ ഈ കാര്യം അറിയുമ്പോൾ തന്നെ അദ്ദേഹം ഇഷ്ടമുള്ള സമയം എടുക്കാൻ പറഞ്ഞതനുസരിച്ചാണ് എൻ്റെ നാട് ഈ 25ാം വാർഷികം ആഘോഷിക്കുന്നത്. എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ എൻ്റെ വായനശാലയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. റൈസിംഗ് സ്റ്റാർ ഗ്രന്ഥശാല എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലെ വായനശാലയുടെ 60 വയസ്സിനോടൊപ്പമാണ് എന്നെ എൻ്റെ നാട് ആദരിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ചില ആളുകൾ നേരത്തെ നിർബന്ധം നേരത്തെ ചോദിച്ചില്ലേ, കാലാതിവർത്തിയാകണം എന്നൊക്കെ. ഞാൻ അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ കവിയായിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കടമനിട്ടയെപ്പോലെ തെരുവിൽ നിന്ന് കവിത ചൊല്ലാനാണ് കവിക്കും ഇഷ്ടം. അനസ്യൂതം ഒഴുകുന്ന നെയ്യാർ പോലെ ഓരോ മനസ്സിലും അത് കവിത പടർത്തും. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടി കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടി കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. തറയിലൊരിലയിൽ ഒരൽപ്പം ചോരയിൽ കൂനനുറുമ്പിര തേടൽ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം. ക്യാമറമാൻ അജിത് കുമാർ കാരോടിനൊപ്പം നൃപൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.